വളരെ കുറഞ്ഞ ഫീസിൽ ഗവൺമെന്റ് അപ്രൂവ്ഡായി വിദേശത്ത് വരെ പ്ലേസ്മെന്റ് ലഭിക്കുന്ന ഒരു കരിയറാണ് പ്രീതൂസ് അക്കാഡമി ഓഫർ ചെയ്യുന്നത്. ഇനി ജോലി കിട്ടിയില്ലെങ്കിലോ ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യും. ഇന്റേൺഷിപ്പോട് കൂടി ഞങ്ങൾ ഓഫർ ചെയ്യുന്ന മറ്റ് നിരവധി കോഴ്സുകൾ തുടങ്ങിയ ബെസ്റ്റ് കരിയർ ഓപ്ഷൻസിന് പ്രീതൂസ് അക്കാഡമി ഈസ് ദി ബെസ്റ്റ്. ചാലിയാർ മതിൽമൂലയിൽ വ്യാപകമായി കൃഷിനാശം വിതച്ച കാട്ടാനകൾ. 500ഓളം നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. മതിൽമൂലയിൽ നാലകത്ത് സിദ്ദീഖിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ആനകൾ കൃഷിയിടത്തിലേക്ക് വരുന്നത് കണ്ട് വനപാലകരെ ഫോണിൽ വിളിച്ചറിയിച്ചു. കാഞ്ഞിരമ്പുഴ വനം സ്റ്റേഷനിൽ നിന്നും എത്തിയ വനപാലകർ ആനകളെ കാടുകയറ്റാതെ കൃഷിയിടത്തിന് പുറത്തുനിന്ന് പടക്കം പൊട്ടിച്ച ശേഷം മടങ്ങിയെന്നും ഇതിനുശേഷമാണ് 3 കാട്ടാനകൾ കൃഷിയിടത്തിൽ കയറി സർവനാശം വിതച്ചതെന്നും സിദ്ദീഖ് പറഞ്ഞു. വനം RRTയെ കൂടി വിളിച്ചു വരുത്തി കാട്ടാനകളെ കാടുകയറ്റിയിരുന്നെങ്കിൽ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കില്ലായിരുന്നു. സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത്. നേന്ത്രവാഴകൾ, കപ്പ ഉൾപ്പെടെയാണ് നശിപ്പിച്ചത്. കാനക്കുത്ത് വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് ആനകൾ കൃഷിയിടത്തിലേക്ക് എത്തിയത്. 15 ദിവസത്തിനുള്ളിൽ കാട്ടാനകൾ 4 തവണയാണ് ഈ കർഷകന്റെ കൃഷിയിടത്തിലെത്തിയത്. തുടർച്ചയായിട്ട് വർഷങ്ങളായി ഇങ്ങനെ വരുന്നു. എത്ര ദിവസമായി വരുന്നു. ഇനി എന്താ ചെയ്യാന്നുള്ളത് അധികൃതർ പറഞ്ഞിട്ട് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഇതാണ്. അവർ വന്ന് നോക്കുക, അവർ തോട്ടത്തിൽ കയറാതെ. ജീവനപ്പേടി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കും ജീവനപ്പേടി ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആട്ടി തെളിച്ച് പടക്കം മാത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. ആ ഒരു നടപടിയും കൂടി ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതിന് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ എല്ലാ കൃഷിക്കാരും ഞാനടക്കം എല്ലാവരും നിർത്തേണ്ട ഗതികേടാണ്. അപ്പം എന്താ വെച്ചാൽ നിർത്താത്തത് ലക്ഷങ്ങൾ കടാണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീണ്ടും ചെയ്യുന്നത്. ശരി, കടത്തിന് കടത്തിക്കല്ലാതെ യാതൊരു രക്ഷയില്ല. ഇപ്പോൾ ബാങ്ക് കടങ്ങൾ ജപ്തിൻ്റെ വക്കത്തൊക്കെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഒരു ഭാഗം ഫെൻസിങ് ഉണ്ടായില്ലല്ലോ. അതിൻ്റെ അപ്പുറത്ത് കൂടെ ആന കയറിയിട്ട് വന്നു. ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചു ഒരു 11 മണിയാകുമ്പോൾ വന്ന് ഒരു ഇതിക്കും കൂടി വായിക്കൊന്നും ഇറങ്ങി നോക്കാതെ പുറത്തുനിന്ന് അവർ പടക്കം പൊട്ടിച്ചു. ആന പോയി കാണുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അവരപ്പുറത്ത് പിന്നെയും ഞാൻ പറഞ്ഞു വായ ഒടിക്കണ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓല പോയിൻ്റെ ഒക്കെ തന്നെങ്ങാണ്ട് അവിടുന്ന് 2 പടക്കം പൊട്ടിച്ച് ആന പൊയ്ക്കോളെന്ന് പറഞ്ഞു. ഓല കൊടുന്ന് പോയി. പക്ഷെ ഞാൻ എൻ്റെ മുതലല്ല പോണു. ഞാനെന്ത് ചെയ്തു, ഉറക്കം വരില്ല. ഞാൻ എൻ്റെ മറ്റേ പെങ്ങളെ മക്കൾ ജാസ്തിൻ്റെ മക്കളൊക്കെ കൂടി വന്ന് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ഒഴിവാക്കിയതുകൊണ്ട് നാശം 200 വാഴ വന്നു. 3 വലിയ ആനകളാണ് വന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.